ശ്രീലേഖ IPS എന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയും മുൻ DGPയുമായ ഈ സ്ത്രീയുടെ ക്രിമിനൽ മൈൻഡിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീ വേടൻ എന്ന കലാകാരനെതിരെ അവരുടെ ഫേസ്ബുക്ക് വാളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. വേടൻ തന്റെ പാട്ടിലെവിടെയും എഴുതാത്തതോ പറയാത്തതോ പാടാത്തതോ ആയ ഒരു വരി മനഃപൂർവ്വം വേടന്റെ പേരിൽ എഴുതി ചേർത്തുകൊണ്ടാണ് ഈ സ്ത്രീ തന്റെ ക്രിമിനൽ മനോഭാവം പുറത്തു കാട്ടിയത്. വേടന്റെ ഒരു പാട്ടിന്റെ വരികളുടെ തുടക്കത്തിൽ മോദി എന്ന് എഴുതി ചേർത്ത് അതിനുശേഷം വരുന്ന കപട ദേശീയവാദി, രാജ്യദ്രോഹി, തീവ്രവാദി തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ നരേന്ദ്രമോദിയെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിളിച്ചു എന്ന് കേൾവിക്കാരന്റെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുക എന്ന ഗൂഢമായ ലക്ഷ്യത്തിലാണ് മുൻ DGP ഇത്തരത്തിലൊരു ക്രിമിനൽ പ്രവർത്തനം ഒരു മറയുമില്ലാതെ നടത്തിയത്. വേടന്റെ പേരിൽ അവർ വ്യാജമായി എഴുതിയുണ്ടാക്കിയ ആ പോസ്റ്റ് ഇപ്പോഴും അവരുടെ വാളിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട്. വേടൻ അദ്ദേഹത്തിന്റെ പാട്ടിൽ എവിടെയും മോദിയുടെ പേരോ അങ്ങനൊരു വാക്കോ പരാമർശിക്കുന്നതേയില്ല. എന്നിട്ടും എന്തിനാണ് ശ്രീലേഖ IPS എന്ന മുൻ DGP ഇത്തരത്തിൽ വേടനെതിരെ ഒരു ക്രിമിനൽ പ്രവൃത്തി നടത്തിയതെന്ന് ചോദിച്ചാൽ അതവരുടെ മനസ്സിൽ തളം കെട്ടി നിന്ന് ചീഞ്ഞു നാർന്ന ജാതി വ്യവസ്ഥയുടെ പേരിലാണ്, ഉറച്ചുപോയ സവർണ മേധാവിത്വത്തിന്റെ ഫലം കൊണ്ടാണ്. വർത്തമാനകാല ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആരെങ്കിലും ദേശദ്രോഹിയെന്നോ കപട ദേശീയവാദിയെന്നൊക്കെ വിളിച്ചു എന്ന് വെറുതെ നുണ പറഞ്ഞാൽ പോലും അയാളെ ജീവിതകാലം മുഴുവൻ വിചാരണ പോലുമില്ലാതെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കാൻ അത് തന്നെ ധാരാളമാണ്. ഈ തന്ത്രമാണ്, ക്രിമിനൽ ബുദ്ധിയാണ് വേടന്റെ കാര്യത്തിൽ ശ്രീലേഖ IPS പുറത്തെടുത്തത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായി DGPയായി പോലീസ് സർവീസിൽ നിന്നും വിരമിച്ച ഈ സ്ത്രീ കേവല ജാതി വിവേചനത്തിന്റെ പേരിൽ വേടനോടും, അല്ലെങ്കിൽ അവരിപ്പോൾ അവരുടെ മാറോട് ചേർത്തിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളോടൊക്കെ ഈ രീതിയിൽ പച്ചയായി പരസ്യമായി നുണ പ്രചരിപ്പിക്കാനും ക്രിമിനൽ മൈൻഡ് പുറത്തെടുക്കാനും ധൈര്യം കാണിച്ചുവെങ്കിൽ ഇവർ സർവീസിലിരുന്ന കാലത്ത് ഈ പറയപ്പെട്ട ജനവിഭാഗങ്ങളോടൊക്കെ ഇവർ ഏത് രീതിയിലായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക? അവർക്കെതിരെ വന്ന കേസുകളിൽ FIRൽ ഇവരെന്തൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടാവുമെന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ആവശ്യമല്ലേ? ഒരു കാലത്ത് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ചിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചവരൊക്കെ ഇന്ന് പരസ്യമായി അതേ നീതിയെയും നിയമത്തെയും അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുന്നത് കാണുമ്പോൾ, അത്തരത്തിലുള്ള ക്രിമിനൽ ബുദ്ധി അവർ തന്നെ പുറത്തെടുക്കുന്നത് കാണുമ്പോൾ, ഇങ്ങനെയുള്ളവരെയൊക്കെയാണല്ലോ നമ്മുടെ കൂടി നികുതിപ്പണം എടുത്ത് ശമ്പളമായി കൊടുത്ത് തീറ്റിപ്പോറ്റിയതെന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത അമർഷമുണ്ട്, രോഷമുണ്ട്.